അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8. ഈ ക്വസ്റ്റ്യൻ നമ്മളെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലെസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ 8th ക്വസ്റ്റ്യൻ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കേ. Escape velocity of a body from Earth is 11.2 km/s. If the radius of a planet be 1/3 the radius of Earth and mass be 1/6 that of Earth, the escape velocity from the planet is എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമുക്കൊരു ബോഡീനെ പ്രൊജക്റ്റ് ചെയ്യാണ് അല്ലേ. ആ സമയത്തുള്ള എസ്കേപ്പ് വെലോസിറ്റി, എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 11.2 km/s ആണ് എർത്ത് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി. അങ്ങനെയാണ് ഒരു ഗിവൺ പ്ലാനറ്റ് ഉണ്ട്. ആ ഗിവൺ പ്ലാനറ്റ് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എത്രയെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അതിനെന്ത് പറഞ്ഞിട്ടുണ്ട്? മാസ് റേഡിയസ് റിലേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി VE = നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചത്? √2gm/r ആണ്. ഓക്കെ, ഇവിടെ ആ 2 കോൺസ്റ്റൻ്റ് ആണ്, G ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻസ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് അല്ലേ m/r എന്ന് എഴുതാം അല്ലേ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എസ്കേപ്പ് വെലോസിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്. ആ പ്ലാനറ്റിൻ്റെ സർഫസിലുള്ള എസ്കേപ്പ് വെലോസിറ്റിയാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് V planet/V earth = എന്ത് വരും? √m planet/m earth into r earth/r planet എന്ന് വരും അല്ലേ. അവർ കൃത്യമായിട്ട് റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് അല്ലേ, ഈ പ്ലാനറ്റിൻ്റെ റേഡിയസ് 1/3 ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എർത്തിൻ്റെ റേഡിയസിൻ്റെ 1/3 ആണ് പ്ലാനറ്റിൻ്റെ റേഡിയസ് അല്ലേ. അവിടെ നിന്ന് തന്നെ ക്ലിയർ ആണ്. RE/RP എന്ന് പറയുന്ന ഒറ്റയടിക്ക് നമുക്ക് എന്ത് വന്നു? 3 എന്ന് വന്നു. ശരിയല്ലേ. ഇനി അവർ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളോട് പറഞ്ഞത് മാസിനെ കുറിച്ചാണ് അല്ലേ. പ്ലാനറ്റിൻ്റെ മാസ് 1/6 ഓഫ് മാസ് ഓഫ് എർത്ത് ആണ്. അതായത് പ്ലാനറ്റിൻ്റെ മാസ് ഡിവൈഡ് ബൈ എർത്തിൻ്റെ മാസ് ഈക്വൽ എത്രയാണ്? 1/6 ആണ് അല്ലേ. ഈ രണ്ട് കണ്ടീഷൻസും ഈ രണ്ട് വാല്യൂസും ഞാൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്താ വരുന്നത് നമുക്കൊന്ന് നോക്കാം. സോ VP / VE എന്ന് പറയുന്നത് √1/6 × 3 എന്ന് വന്നു അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/√2 എന്ന് വന്നു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്താൽ 2 എന്ന് വന്നു അല്ലേ. സോ 1/√2 എന്ന് വന്നു. അപ്പം അത് VP / VE ആണ് അല്ലേ. അപ്പോൾ VP എന്ന് പറയുന്നത് ഈ VE/√2 അല്ലേ. ആ V എന്ന് പറയുന്നത് എത്രയാണ്? 11.2 ആണ്. 11.2 ഡിവൈഡഡ് ബൈ √2 എന്ന് വരും അല്ലേ. 11.2 ഡിവൈഡ് ബൈ √2 ഇതിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു വാല്യൂ ഏത് മാത്രമേ ഉള്ളൂ അല്ലേ. 7.9 km/s എന്നല്ലേ വരിക. കാരണം ഇവിടെ മുകളിലും താഴെയും നമുക്ക് √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ 11.2 × √2 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലേ. സോ ഇറ്റ് ഈസ് 5.6 × 1.414 അല്ലേ. സോ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 7.9 km/s എന്നാണ് ആൻസർ വരിക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ് നമ്മളുടെ ആൻസർ.